ഡിയർ ഫാമിലി, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സൺഡേ മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ എന്നും പതിവ് പോലെ തന്നെ കാപ്പി വെച്ചിട്ടുണ്ട്. സാധാരണ പൊതുവെ എല്ലാ വീട്ടിലും ആദ്യം തന്നെ നീച്ചുടുമ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞ് ചായ വെക്കലോ അല്ലെങ്കിൽ കാപ്പി വെക്കലോ ഒക്കെ തന്നെ ആയിരിക്കും. എന്നാലാണ് ഒരു എനർജി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും അതുപോലെ തന്നെ കാപ്പിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ തുറന്ന് വെച്ചിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ടൊക്കെയാണ് നീച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാറി കഴിഞ്ഞാലാണ് എൻ്റെ കുട്ടികളിപ്പോൾ നീച്ച് വരും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് തുറന്ന് വെച്ചിരിക്കണത്, അല്ലാതെ അടച്ചു വയ്ക്കാൻ മറന്നു പോയതെന്നല്ല. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ദോശയാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഇവിടുന്ന് അരച്ച മാവൊന്നുമല്ല, കടയിൽ നിന്ന് വാങ്ങിച്ച അരിമാവാണ് കേട്ടോ. അപ്പോൾ ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ കിച്ചു ആണെന്നുണ്ടെങ്കിൽ മാവ് നല്ല കണ്ടുകൊടുമ്പോൾ തന്നെ പറഞ്ഞു, അമ്മയ്ക്ക് നാളെ ദോശ ഉണ്ടാക്കി തരണം കേട്ടോ, ഇഡ്ഡലി വേണ്ട, ഇഡ്ഡലിയാണ് കഴിച്ച് മടുത്തല്ലേ, ഞാൻ എപ്പോഴും ഇഡ്ഡലിയാണ് കൂടുതലും ഉണ്ടാക്കാറ്, ദോശേനേക്കാൾ കൂടുതലും ഉണ്ടാക്കാറ് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി വേണ്ട, ദോശ ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഈ പാനിൽ ഇപ്പോൾ ദോശയും കാര്യങ്ങളൊക്കെ ആദ്യത്തെ പോലെ ഒന്നല്ല കേട്ടോ. ആദ്യം ഇതിൻ്റെ കോട്ടിങ് പോയ കാരണം ആദ്യം ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കിയ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ദോശയൊക്കെ കിട്ടണമൊക്കെ ഉണ്ട്. ഇത് ഫസ്റ്റ് തന്നെ ഞാൻ എണ്ണയൊക്കെ തേച്ച കാരണം കൊണ്ടാണ് കേട്ടോ ദോശയ്ക്ക് ഒരു ഷേപ്പ് ഇല്ലാത്തത്. ഇതിൽ എണ്ണ തേക്കാതിരുന്ന് കഴിഞ്ഞാലാണല്ലോ നല്ല നീറ്റായിട്ട് നല്ല നൈസായിട്ടുള്ള ദോശയൊക്കെ കിട്ടുള്ളൂ. എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ടൊക്കെ ഉള്ള ദോശ തന്നെയാണ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണമല്ല, ആദ്യത്തെ കുറച്ച് ദോശയൊക്കെ ഞാൻ എണ്ണ തേച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എന്നാലും നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ നല്ലപോലെ തന്നെ കെയർ ചെയ്ത് കഴിഞ്ഞാലാണ് ദോശച്ചട്ടി നല്ലപോലെ കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ കോട്ടിങ് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ പാനാണല്ലോ, കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ കോട്ടിങ് പോകണം തന്നെയാണല്ലോ. പിന്നെ എൻ്റെ ഏട്ടനാണ് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ ആക്കിയ ആള് ദോശയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മറ്റേ സ്റ്റീലിൻ്റെ ചട്ടകം വെച്ചിട്ട് ഉരയ്ക്കാൻ തുടങ്ങും. അങ്ങനെ പോയതാണ് പകുതി മുക്കാലും കോട്ടിങ് പോയത് കേട്ടോ. ഞാനെല്ലാം ഇങ്ങനെ കളഞ്ഞ് പിന്നെ സർവ്വസാധാരണ ഉപയോഗിച്ചിട്ട് നാശമായി കേട്ടോ. അങ്ങനെ ആയതാണ്. അപ്പോൾ അങ്ങനെ ദോശയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടണമൊക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു കോട്ടിങ് പോയിട്ടുള്ള പാത്രം, ഇങ്ങനത്തെ പാൻ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലതെന്ന്. അത് വേറൊരു പാൻ വാങ്ങിക്കണ വരെ ഉപയോഗിക്കണുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കൊന്നുമില്ല. പിന്നെ ഞാൻ മീൻ വറക്കാനും അതിന് ഇതിനൊക്കെ എടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഈ ചട്ടിയാണ് കളയാനായിട്ട് തോന്നണില്ല കേട്ടോ. കുറേ ഉപയോഗിച്ച കാരണം കൊണ്ട് തന്നെ കളയാനായിട്ട് തോന്നണില്ല. അതൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും വേഗം തന്നെ ഒരു ചട്ടി പുതിയതായിട്ട് മേടിക്കണം. അപ്പോൾ കുട്ടീസൊന്നും നീച്ചിട്ടില്ല കേട്ടോ ഈ ഒരു ടൈമിൽ. ഞായറാഴ്ച ആയ കാരണം കൊണ്ട് തന്നെ തോന്നുന്നു, അല്ലെങ്കിൽ അവർ പിന്നെ ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ ദിവസങ്ങളിൽ നേരത്തെ കാലത്ത് നീച്ച് വരണതാണ് കേട്ടോ. ഇന്നിപ്പോൾ നീക്കണമൊന്നും കാണാനില്ല. അതുകൊണ്ട് സാവധാനം ചെയ്താൽ മതി കേട്ടോ പണികളൊക്കെ. വലിയ തിരക്ക് പിടിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മഴ പോയിന്നാ തോന്നുന്നത്. മഴ വെള്ളിയാഴ്ച വരെ തന്നെ നല്ല മഴ ഉണ്ടായിട്ടുള്ളൂ, പിന്നീട് പെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞത് ഞാൻ അരിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടാകുന്ന ചൂടുവെള്ളം. അപ്പോൾ ഇനി അരിയൊക്കെ കഴുകിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ചോറിന് അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ പണിയും എളുപ്പപ്പണി ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാതും പെട്ടെന്ന് തന്നെ ചെയ്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ ഒരു പണി കഴിഞ്ഞ് അടുത്ത പണിയിലേക്ക് കഴിയുമ്പോഴത്തേനും ഒരുപാട് നേരം പിടിക്കുള്ളൂ കേട്ടോ. എൻ്റെ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. എനിക്ക് അതാണ് ഒരു എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ചോറിന് അരിയിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ദോശയ്ക്ക് കറി എന്ന് പറഞ്ഞ് ചട്നിയാണ്, തേങ്ങ ചട്നിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ തേങ്ങയുടെ ഒപ്പം 2 പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ അവിടെ ചട്നി ഉണ്ടാക്കാറ്. ഞാൻ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ചെറിയ ജാറിൽ എന്താ ഇട്ടിട്ട് അരയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ ജാറ് നേരാക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ്, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഉള്ളത് ജ്യൂസറാണ്, വലിയ ജാറുണ്ടല്ലോ. അതിലിപ്പോൾ ഈ ഇത്തിരി പോകുന്ന തേങ്ങയൊന്നും ഇപ്പോൾ അതിൽ അരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കുഞ്ഞിതിൽ തന്നെ അരച്ചത് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ അരയ്ക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം, ഇത് പൊടിക്കണതല്ലേ, അതുകൊണ്ട് അരയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ അറിയാമെന്ന്. പക്ഷേ വേറെ വഴിയില്ലാത്ത കാരണം കൊണ്ടാണ് അതിലരച്ചത്. അപ്പോൾ അങ്ങനെ ഞാനിതാ ബാക്കിയുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരയ്ക്കാനും ചിരകാനൊക്കെ പോയ ഗ്യാപ്പിൽ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ദോശ ഉണ്ടാക്കലൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി ദോശമാവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചട്നി ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ എളുപ്പപ്പണി എന്ന് പറഞ്ഞത്. ഒരടുപ്പിൽ ദോശയാവും, ഒരടുപ്പിൽ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ രണ്ടോടത്തേക്കും എൻ്റെ കൈ അങ്ങോട്ടും കൂടെ ഒക്കെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എളുപ്പപ്പണിന്ന് ഉദ്ദേശിച്ചത്. എന്നാലാണ് വേഗം കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് തേങ്ങ അരച്ചതൊക്കെ അതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ജസ്റ്റ് ഒന്ന് വെറുതെ തിളച്ച് കഴിഞ്ഞ് ഇറക്കി വെക്കാവുന്നതിനേ
ഉള്ളൂ. ഓവറായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് വെറുതെ ഒന്ന് തിളക്കി തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ദോശയൊക്കെ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, എണ്ണ തേക്കാതെ ഉണ്ടാക്കുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് വരുന്നുണ്ട് ദോശ. പിന്നെ നല്ല അടിയിൽ നല്ല നൈസായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദോശയും ചട്നിയും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഏട്ടൻ അങ്ങനെ കഴിച്ചിട്ട് പോയിട്ടോ. ഏട്ടന് വർക്കൊന്നും ഇല്ല, ഏട്ടൻ പുറത്തേക്ക് പോയിക്കുകയാണ്. അപ്പോൾ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതാ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ വാങ്ങിയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ ഞങ്ങൾ പഠിക്കുന്നതാണ് കേട്ടോ വാങ്ങിയിട്ട് വരുന്നത്. അപ്പോൾ അതാ അങ്ങനെ ഞാൻ വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. സിലോപ്പിയാണ് കേട്ടോ അന്നത്തെ മീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മീനൊക്കെ വാങ്ങി അകത്ത് കൊണ്ടുവന്ന് വെച്ചു. നേരാക്കിയിട്ടൊന്നും ഇല്ല. അപ്പോൾ അതിന് മുന്നേ എന്താ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാലോ എന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ അടിച്ചു വാരിയിട്ടൊന്നും ഉണ്ടാകുന്നില്ല. ദോശപ്പണിയിലാണ് നിൽക്കുക കാരണം കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മെല്ലെ സാവധാനം അടിച്ചു വരാമെന്ന് വിചാരിച്ചു. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 100 വട്ടം അടിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിലുണ്ട് അടിക്കാമെന്ന് വെച്ചിട്ടാണ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല തോന്നുമെങ്കിലും നല്ല പൊടിയൊക്കെ ഉണ്ട്. പിന്നെ ഉറുമ്പ് വന്നിട്ട് ഇങ്ങനെ കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മണ്ണ് പ്രത്യേകം ഉണ്ട്. നല്ല ഉറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മഴയൊക്കെ പെയ്ത തണുപ്പിൽ അവരകത്ത് വന്നിട്ട് ഇങ്ങനെ കൂടാതെ തോന്നുന്നത് മണ്ണ് കൊണ്ടൊന്നും ഇങ്ങനെ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചും തുമ്പിയൊക്കെ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ പുറത്ത് പോയിട്ട് കളിക്കുന്നുണ്ട്. പുറത്തും പോയിട്ട് കളിക്കുക. ഇടയ്ക്ക് അവർ ബെഡിൻ്റെ മുകളിൽ വന്നിട്ടും കളിക്കും കേട്ടോ. അവർക്ക് കൂടുതലായിട്ടും അകത്തന്നെ കളിക്കുള്ളൂ, പുറത്തേക്ക് അങ്ങനെ ഇറങ്ങുമൊന്നുമില്ല. ഇപ്പോൾ മഴയൊക്കെ പെയ്ത കാരണം കൊണ്ട് തന്നെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങണില്ല കേട്ടോ. അപ്പോൾ അകത്തന്നെ കളി എന്ന് പറഞ്ഞാൽ തല്ലുകൂടല്, അതാണ് അവരെ കളി കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി തുണികളൊക്കെ ഒന്ന് തിരുമ്പിയിടാനൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പണികളും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതാ തുണികളൊക്കെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും തുണികൾ തിരുമ്പിയതല്ലാട്ടോ ഇപ്പം തന്നെ. ഇത് 2-3 ദിവസത്തെ തുണികളാണ് കേട്ടോ. ഉണങ്ങാതെ അകത്ത് കൊണ്ടുപോയിട്ട് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് കണ്ടില്ലേ ഒരു വെയിലും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉള്ള തുണികളൊക്കെ കൂടിയിട്ട് എല്ലായിടത്തും കൂടെ വെയിലുള്ളിടത്തു കൂടെ ഒക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും തുണികൾ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മീനൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ തിരുമ്പലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മീൻ നേരാക്കണം, കറി വെക്കണം, വറക്കണം, അങ്ങനത്തെ കുറച്ച് പണികളും കൂടി ഉണ്ട്. അപ്പോൾ മീനങ്ങോട്ട് വേഗം ശരിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ നിന്ന് വേഗം ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് അരയ്ക്കാനുള്ളതാണ് മീൻ കറിയിലേക്കുള്ളത് കേട്ടോ. ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി അരച്ച മിക്സ് കൂട്ടാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ മീൻകൂട്ടം ഉണ്ടാക്കാറ്. അപ്പോൾ സവാള അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മീൻ ഞാൻ കുറച്ചെടുത്തിട്ട് വറക്കണമുണ്ട്. ഈ മീൻ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. സിലോപ്പിയാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് വറുത്തിട്ടൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ അത് വറക്കണമുണ്ട്. ഇത് 2ാമത്തെ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി ആയിട്ടുണ്ട്. ബാക്കി തലയും കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ കറിയും വെച്ചു കേട്ടോ. അങ്ങനെ മീൻ കറി, മീൻ വറക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പണികളൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചു തുമ്പിയുടെയും ഒക്കെ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഞാനും കുളിച്ചു. അപ്പോൾ ഞങ്ങളിതാ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവരാണെങ്കിൽ പുറത്ത് കളിക്കുകയാണ്. കുറേ നേരം അകത്തിരുന്ന് കളിക്കുന്നു. അപ്പം എന്നാൽ കുറച്ച് നേരം പുറത്ത് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോയിക്കോ പറഞ്ഞപ്പോൾ അവർ പുറത്തിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അവർ കൂടെ അവിടെ പുറത്ത് വന്നിട്ട് മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഇരിക്കുന്നു കേട്ടോ. ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഒന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ലൊരു സുഖം ഉണ്ട് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ. അപ്പോൾ ഞാൻ ചെയറൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണിലാണെങ്കിൽ ഒരു കുരു വന്നിട്ടുണ്ട് കേട്ടോ. അതാണെങ്കിൽ ഒടുക്കത്തെ കടച്ചൽ. ആ വീഡിയോ എഡിറ്റിങ്ങും നടക്കുന്നുണ്ട്. കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്യായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. വീഡിയോ എടുക്കാനല്ല, ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പം നല്ല വണ്ടികളും പോണ കാരണം കൊണ്ട് തന്നെ ഒരുമാതിരി സൗണ്ട് കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പറയണത് വോയിസ് കുറച്ചിട്ട് ഞാനിപ്പോൾ വോയിസ് പറയണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോയും ചാനലൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി എന്തെങ്കിലും വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് വരാനായിട്ട് ഞാൻ എന്തായാലും നോക്കാം കേട്ടോ. വല്ല ചലഞ്ച് വീഡിയോസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിലൊക്കെ ചെയ്തിട്ട് എന്തായാലും വരാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.